മക്കളെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ കള്ള തിരുമാലി അവനെവിടെ? അളിയാ മഹേഷ്, എന്തോട് ഒരുമാതിരി വണ്ണം വെച്ച് കാട്ടുപോകുന്ന പോലെ. എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? ഒരു 5-6 വർഷമായി കാണില്ലേ? നീ ആളാകെ മാറിപ്പോയല്ലോ. നീ ആളാകെ മാറിപ്പോയല്ലോ. നിനക്കൊരു മാറ്റമില്ലടാ. അമ്മയ്ക്കൊക്കെ സുഖാണോ? അമ്മയ്ക്ക് സുഖമല്ലടാ. അമ്മയ്ക്ക് അസുഖം. നിന്നെ പറ്റി എപ്പോഴും ഇങ്ങനെ മാറില്ല. ശങ്കരൻ is still right upon the coconut tree. നീ വന്നു പറഞ്ഞ് വീണെ വിളിച്ചപ്പോ ഞാൻ ആകെ സ്റ്റണ്ടായി പോയി. എടാ നിനക്കൊരു കത്ത് അയക്കാൻ മേലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളെങ്കിലും. നിനക്കൊരു ഷോക്ക് തരാന്ന് കരുതിയ. ഓ, എന്നിട്ട് ഇപ്പൊ ആരാ ഷോക്കായത്? നീയല്ലേ? സത്യമായിട്ട് ഷോക്കായിട്ടോ? എന്നെ വിരട്ടി നാശമായി കാണുന്നില്ലേ? വരണ്ടല്ലോ. അതാണ് നമ്മുടെ പെണ്ണും പിള്ള. ആ പറഞ്ഞ പോലെ നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടന്നാ മതിയോ? ഒരു പെണ്ണും പടക്കോഴിയൊക്കെ വേണ്ടേ? അപ്പോഴേ ഇവിടെ വേറൊരു ജീവനും കൂടെ ഉണ്ടേ. ഫ്രണ്ടിനെ കിട്ടിയപ്പോ ബാക്കിയുള്ളവരെല്ലാം മറന്നല്ലേ. വരൂ, ഡിന്നർ റെഡി. എന്താ അത്ര സൈലന്റ് ആയിരിക്കുന്നേ? രഹസ്യം വല്ലതുമാണോ? വെരി പേഴ്സണൽ. ഓ സോറി. നീ പറ. ആ പറഞ്ഞോ. ഇവളെപ്പോഴും ഞാനുമായിട്ട് ഉടക്കാം. വലിയ കൂട്ടുകാരനായിട്ട് നീ കല്യാണത്തിന് പോലും വന്നില്ലല്ലോ എന്നും പറഞ്ഞു. സോറിഡാ, അപ്പൊ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ വഴിതെറ്റി വന്നതാവും അല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ മലയാളി അസോസിയേഷൻ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ അപ്പൊ നീ ചുമ്മാ വന്നൊന്നുമല്ല. ഞാൻ അവരുടെ ഗസ്റ്റ് ആയിട്ട് വന്നതാ. നമ്മുടെ ക്ലാസിക്കൽ നൃത്തവും ഇവരുടെ വെസ്റ്റേണും ചേർത്ത് ഞാനൊരു നൃത്തശില്പം അവതരിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഡിഫറെന്റ് ഡാൻസ് ഫോം. ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. അപ്പൊ നീ ഡാൻസ് ഒന്നും ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ? പ്രോഗ്രാം എന്നാ? ഡേറ്റ് അവര് വിളിച്ച് പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. സത്യത്തില് നിങ്ങളെ രണ്ടാളെയും കാണാലോ എന്ന് കരുതി ഞാൻ ഈ പ്രോഗ്രാമിന് സമ്മതിച്ചത്. ആ പിന്നെ ലിംബർഗിലൊന്ന് പോണം. അവിടെ എന്റെ ഒരു ആന്റി ഉണ്ട്. നിനക്ക് ഓർമ്മയില്ലേ ഗീതാന്റിയെ? പുള്ളിക്കാരി ഇപ്പോഴും അവിടെ ഉണ്ടോ? ശരി. മോളെ ഒന്ന് പോയി നോക്കിയേ, ചിലപ്പോ ആ വക്കച്ചാനായിരിക്കും. എക്സ്ക്യൂസ് മീ. എന്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പാർട്ടിയാ. വാടൂർക്കാരനാ. ആളൊരു പ്രത്യേക ടൈപ്പാ. പക്ഷെ പാവാ, സ്നേഹമുള്ള ആളാ. പുള്ളിക്കാരന്റെ വൈഫ് ഇവിടുത്തെ ഡോക്ടറാ. ആ ഇത് കത്രീന ചേച്ചി, ഞാൻ പറഞ്ഞ വക്കച്ചാന്റെ. ഹലോ ചേച്ചി, ഇതാണ് ഞാൻ പറയാറുള്ള വിജയ്. ഹലോ വിജയ്. ആ വക്കച്ചാൻ എന്തി? ഹലോ, നിങ്ങളവിടെ പോയി? ആ നിങ്ങൾ എവിടെയാണോ? മോനെ മഹേഷ്, സോറിടാ. അച്ചായൻ നിന്റെ ഫ്രണ്ടിനെ കാണാൻ വരുമ്പോ വെറും കൈയോടെ എങ്ങനെയാ വരണേന്ന് കരുതി മറ്റവൻ ഒരെണ്ണം വാങ്ങിച്ചു. നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ ഒരു സേഫ്റ്റിക്ക് മോൾ ഇച്ചിരി മാറിയുന്നേ. ഇവിടെ വന്നേ പൊട്ടിക്കുള്ളെന്ന് ഞാൻ വാശി പിടിച്ചു നിന്നതാ. പക്ഷെ ഇവിടെ കാത്തു നിന്ന് ബോറടിച്ചു. എന്നാ ബോറടിക്കാത്ത? ആണുങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി പിടക്കോഴി കൂവണ്ട. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ ഇങ്ങനെയാ. ഇടയ്ക്ക് ഇത്തിരി ചൂടും തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ തുടങ്ങി ഓടണോ? വാ പോവാ. അതെങ്ങനെയാണ് പോണേ? മഹേഷിന്റെ കൂട്ടുകാരൻ രാമകൃഷ്ണൻ പരിചയപ്പെടാൻ പോയിട്ടെന്ത് കാര്യം? രാമകൃഷ്ണൻ അല്ല, വിജയകൃഷ്ണൻ. എന്തായാലും കൃഷ്ണനല്ലേ. ഒരുമിച്ചൊരു പെഗ് പോലും കഴിക്കാതെ പോയാ പുള്ളിക്കെന്ത് തോന്നും? ശരിയല്ലേ? എനിക്കൊന്നും തോന്നില്ല. ആയെന്നാ? ഞാൻ മദ്യപിക്കാറില്ല. പിന്നെ വലിയ കലാകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് മദ്യപിച്ചാലേ കലാകാരനാകുന്നുണ്ടോ? എടാ പൊന്നുമോനെ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. വകച്ചായനോട് വേണ്ട. വകച്ചായൻ എമ്പിളി കലാകാരന്മാരെ കണ്ടിട്ടുള്ളവനാ. ചുമ്മാ ഇരി വക്കച്ച, ഇനി ഒരു തുള്ളി കുടിക്കാൻ സമ്മതിക്കില്ല. വന്നേ. നീ എന്റെ കയ്യെന്നോട് എനിക്ക് കുടിക്കാൻ നിന്റെ അനുവാദം വേണോ? എന്തായാലും ഇന്നിനി വേണ്ട വക്കച്ചായ, നമുക്ക് നാളെ കാണാം. മിസ്റ്റർ കൃഷ്ണൻ എന്ത് പറയണു? പിന്നെ കാണാം. എന്നാ പിന്നെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നിനക്ക് വിവരമുണ്ടാ? മോളെ നീ വിട്ടേ, ഞാൻ ചോദിക്കട്ടെ. അല്ല, കലാകാരനായ മിസ്റ്റർ കൃഷ്ണൻ അപ്പൊ മദ്യപിക്കില്ല? ഇല്ല. ഇവൻ കള്ളകൃഷ്ണനാ കേട്ടോടി. നോക്കൂ, ആ ചേച്ചിയെ സമ്മതിക്കണം കേട്ടോ. ഈ വക്കച്ചനെ അവരെങ്ങനെ സഹിക്കണം? അതിപ്പോ ഇവിടെ കാണിച്ച മൂച്ചൊന്നും പുള്ളി വീട്ടിൽ ചെന്നാ കാണിക്കില്ല. അതൊക്കെ അങ്ങനെ കിടക്കും. ഇവന് കിടക്കാനുള്ള റൂം ശരിയാക്കിയോ മാഡം? ഒന്ന് പോടവേ, അതൊക്കെ എനിക്കറിയില്ല. വിജയ് ഈ വീട്ടിലെ എല്ലാ റൂമും കണ്ടതല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം ഏതാ? അത് ആ മാജിക് വാൾ. മാജിക് വാളോ? അതേതാ? ആ മൈ റൂം എഴുതിയത്. മാജിക് വാൾ. വൗ,
That's nice. Magic World നല്ല പേരല്ലേ? പ്ലീസ് പേര് മാറ്റമായി. പക്ഷേ മോൾ ആദ്യം എന്റെ റൂം ശരിയാക്കും. അതൊക്കെ അപ്പോഴേ ശരിയാക്കിയില്ലേ? വിജയന് ഇഷ്ടപ്പെട്ട റൂം തന്നെ കൊടുക്കാം. അല്ല അത് വീണയുടെ റൂമല്ലേ? അതുകൊണ്ടാ പറഞ്ഞേ. എന്താ പോരെ? പോരെ? സന്തോഷായല്ലോ? സത്യം? എന്താ ഒരു പാട്ട് പാട്? അല്ല പാട്ട് അളിയാ പാടിക്കോ. നിന്റെ പാട്ടിനെ കുറിച്ച് ഞാൻ ഇവളോട് എന്തൊക്കെയാ വെച്ച് കാച്ചേക്കണെന്ന് അറിയോ? ചമ്മിക്കരുത് പ്ലീസ്. വീണ എന്റെ എല്ലാ പാട്ടുകളും കേട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? കൊള്ള കേട്ടിട്ടുണ്ടോന്നോ? ഇവള് അതിലേത് പാട്ടാ ഇഷ്ടം? ഏത് പാട്ടാ? പാട്ട് അത് രാവിൻ നിലാക്കായൽ. അത് പഴയ പാട്ടല്ലേ? പഴയതാണ്. അത് മതി. അയ്യോ കൃത്യമായിട്ട് അതിന്റെ ട്യൂൺ എനിക്ക് ഓർമ്മയില്ല. That's nothing. ട്യൂണൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബ്യൂട്ടിഫുൾ. വാ. എങ്ങനെയുണ്ട് നമ്മുടെ കവി? ഓ അങ്ങേർക്ക് ഭയങ്കര ജാടയാ. ജാടയോ? പിന്നല്ലാതെ എപ്പോ നോക്കിയാലും മുഖം മുന്നി പിടിച്ചോണ്ടിരിക്കും. എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നതെന്ന് അറിയില്ല. ജോ പോലതും പറഞ്ഞ ചിരിക്കുന്നതോ ചിരിച്ച വായിന്ന് മുത്തു കൊഴിയുന്ന ഭാവം. ബോറൻ. ചേച്ചേ അങ്ങനെയൊന്നുമില്ല. അവനും പൊട്ടിച്ചിരിക്കാൻ തമാശ പറയൊക്കെ ചെയ്യണം. നല്ല അടിപൊളി കക്ഷി തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല അവന്റെ ഒരു ലവ് അഫെയറിനെ പറ്റി. അതിനുശേഷം അവന്റെ മാറ്റമൊക്കെ. ആള് വെറും പാവാ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. മനസ്സിലായി. മോള് നേരെ അവിടെ ചെന്ന് അവനോട് ലവറെ പറ്റി ചോദിക്കാനില്ലേ? പേരെന്താണ്, വീട് എവിടെയാണ്, നാളെന്താണ്, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നൊക്കെ. ഓയ് എന്താ വിചാരിച്ചേ ഞാൻ അങ്ങനെ ചെയ്യോ? മോളെ എനിക്ക് അറിഞ്ഞൂടെ? ഇതൊന്നും അവനോട് ചെന്ന് ചോദിക്കണ്ട കേട്ടോ. നമ്മളതൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താ? അയ്യേ. പിന്നെ അയാൾ എന്തിനാ താടി വളർത്തുന്നേ? ഷേവ് ചെയ്യൂലേ? അത് ചിലപ്പോ അവന് ഷേവ് ചെയ്യാൻ ഇഷ്ടമില്ലാണ്ടായിരിക്കും. അല്ല തന്നെ ആ താടി അവനൊരു പ്രത്യേക സ്റ്റൈലാ. ഓഹോ. അല്ല ഞാനും അവനെ പോലെ താടി വെച്ചാലോ എന്ന് ആലോചിക്കും. എന്താ പറയുന്നത്? ഒരാവശ്യമില്ല. എന്താ അവളുടെ താടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നീ റെഡിയാ? വാ 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 പോം. എങ്ങോട്ടാ? അല്ല ഇവനെ കൊണ്ടുപോയി എന്റെ ഓഫീസിലും പാർക്കിലും പിന്നെ നമ്മുടെ ചെറിയ ജൈന്റ് വീലും ഒന്ന് കറക്കാൻ കരുതി. എന്താടാ? അയ്യടാ അങ്ങനെ രണ്ടാളും കൂടി സൊള്ളി നടക്കണ്ട. ജോയിന്റ് വീല് കറക്കാൻ പോണത്ര. അതെ കറക്കമൊക്കെ നമ്മൾ ഒരുമിച്ച്. പക്ഷെ ഇന്ന് എന്തായാലും നടക്കില്ല. ഇന്ന് എനിക്ക് ഇത്തിരി പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ വിജയനെയും കൂട്ടി സൂപ്പർ മാർക്കറ്റ് വരെ പോവാം. വിജയ് വരില്ലേ എന്റെ കൂടെ? പ്ലീസ്. ആ അവിടെ നോക്കണ്ട. ഇവിടുത്തെ ബോസ് നമ്മളാ അല്ലേ? താങ്ക് യു. കൈകൊടണ്ട. കൺഗ്രാചുലേഷൻസ്. നിന്റെ തലയെഴുത്തേ ഇവളുടെ കത്തീന്ന് രക്ഷിക്കാന്ന് എഴുതി. ഒരു രക്ഷയില്ല. അനുഭവിച്ചു. ഞാൻ പോണേ. അല്ല മഹേഷ്, പിന്നെ എനിക്ക് കത്തൊന്ന് പോസ്റ്റ് ചെയ്യണമായിരുന്നു. ആ ഇത് അമ്മയ്ക്കല്ലേ? ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തോളാം. നീ അവിടെ തന്നെ. ബൈ പോസ്റ്റ്മാൻ. ആ ബൈ. One minute.
ഉം. ഇനി പോയിക്കോ. ഉം. പോടാ. പോടാ. ശരി